ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം അത്രയ്ക്ക് വിഷമവും സങ്കടവും കൊണ്ടിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി വിറ്റ്, അതായത് തെരുവായി നടന്ന് കഷ്ടപ്പെട്ട് റോഡിലൊക്കെ നടന്ന് ടിക്കറ്റ് വിറ്റാണ് ജീവിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് നമുക്കറിയാവുന്ന കുറച്ച് ടീമുകാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെയും ഒക്കെയാണ് വിറ്റ് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. മെയ് 2 മുതൽ, അതായത് 2025 മെയ് 2 മുതൽ നമ്മളുടെ ലോട്ടറി എന്ന് പറയുന്നത് എല്ലാ ലോട്ടറിയും 50 രൂപയായി മാറി. 50 രൂപയായി മാറി. അപ്പോൾ 50 രൂപയായി മാറിയത് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുപ്പ് കുറച്ചു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 15 ടിക്കറ്റ് അധികം വന്നു, ഒരു ദിവസം 20 ടിക്കറ്റ് അധികം വന്നു, ഇങ്ങനെയായി. അപ്പം നമുക്ക് ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഈ മേടിക്കുന്നവന് എന്ന് പറഞ്ഞാൽ മേടിക്കുന്ന ഒരു വ്യക്തിക്ക് 50 രൂപ നഷ്ടമാവും. പക്ഷേ വിൽക്കുന്ന ഞങ്ങൾക്ക് മുതലും ഇല്ല, ലാഭമില്ല. ഇതിനകത്ത് ഒരു ബുക്ക് വിറ്റാൽ കിട്ടുന്നത് ഇതിനു മുമ്പെന്ന് പറയുന്നത് 160 രൂപ കിട്ടുമായിരുന്നു. ഇതിനു മുമ്പ് 75 രൂപ, 175 രൂപ, 180 രൂപ, 200 രൂപയ്ക്ക് അടുത്തൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പം അത് 150 ഇപ്പം അതും കിട്ടത്തില്ല. ഒരു ബുക്ക് ഇത്രയും വിറ്റ് വന്നാൽ അതും കിട്ടാത്ത ഒരവസ്ഥയിലാണ് ഞങ്ങൾക്കുള്ളത്. എന്നിട്ടും വേറെ വഴിയില്ല, ഇത് തന്നെ ഉള്ളു വഴി എന്നുള്ളത് കൊണ്ട് പിന്നെയും അത് വിൽക്കാൻ തന്നെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 5000 രൂപയിലുള്ള പ്രൈസിൽ കുറച്ചു, പിന്നെ 1000 രൂപയിലുള്ള പ്രൈസൊക്കെ കുറച്ചു, പിന്നെ 500-ഉം 100-ഉം 500-ലും നോർമൽ പ്രൈസ് തന്നെയാണ്. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ 100-ഉം 50-ഉം കൊണ്ടുവന്നു. 100-ലും 50-ലും ഒരുപാട് പ്രൈസ് കൂട്ടിക്കൊടുക്കുകയും മറ്റേതിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? ഒരു പ്രയോജനവും ഇല്ലാത്തൊരവസ്ഥയാണ് അതിലുള്ളത്. എടുക്കുന്ന ആൾക്ക് അതിലും പ്രൈസ് അടിച്ചാൽ കൂടെ ഈ വിൽക്കുന്ന വ്യക്തിക്ക് അതിൽ വലിയ പ്രോഫിറ്റോ ബെനിഫിറ്റോ ഒന്നുമില്ല, ഒരു ഉപയോഗവും ഇല്ല. ഇത്രയും നടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളെപ്പോലുള്ള പാവത്തുങ്ങളെ വിറ്റ് ഗവൺമെൻറ്റിനെ വളർത്തുകയല്ലാണ്ട് ഈ വിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയായി. ഞാനാണെങ്കിൽ ഏജൻസി നടത്തിക്കൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ആ ഏജൻസിയിൽ നിന്ന് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് പിൻപോകേണ്ട ഗതികേട് വന്നു എന്ന് പറഞ്ഞാൽ, പിന്നെ പണ്ട് വിറ്റുകൊണ്ട് നടന്ന വ്യക്തികളെല്ലാം വിൽപ്പന നിർത്തേണ്ട ഗതികേട് വന്നു. ഇതിനു മുമ്പ് 40 രൂപ ടിക്കറ്റ് ആയിരുന്ന സമയത്ത് പിന്നെയും ആൾക്കാർ 1, 2, 3 വീതം എടുത്തുകൊണ്ടിരുന്നു. ഇത് വിറ്റ് കിട്ടുന്ന തുച്ഛമായ കാശ് രാവിലെ 6 മണി മുതൽ വിൽക്കാൻ തുടങ്ങുന്നത് 3 മണി വരെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു. ഇപ്പം 2 മണിയാക്കി തന്നു. എന്തുപയോഗമുള്ളത്? ഇതിൽ എന്ത് ഉപയോഗമാണ് ഞങ്ങൾക്കുള്ളത്? ഒരു ഉപയോഗമുണ്ടോ? പിന്നെ കഷ്ടപ്പാടല്ലാണ്ട് ഒരു ഗുണമില്ല. പിന്നെ 3 മണി വരെ ഓടി നടന്ന് ടിക്കറ്റ് വിറ്റാൽ പോലും ഒരു മനുഷ്യർക്കും വേണ്ട. അവർ പറയുന്ന ഒരു വാക്ക്, ഇതിൽ പ്രൈസ് അടിക്കുന്നില്ല പെങ്ങളെ, ഞങ്ങളിത് എടുത്ത് മടുത്ത് പെങ്ങളെ. ഇതെടുക്കുന്ന കാശുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ ചേർത്ത് വെച്ച് ആ ജ്വല്ലറി കൊണ്ടിട്ടാ, ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ടാ ഉപയോഗമുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചിരുന്ന ഞങ്ങളുടെ വീട്ടു ചിലവ് നടന്നു പോകും. ശരിയല്ലേ? അപ്പം ഞങ്ങളൊക്കെ എവിടെയാണ് പോകേണ്ടത്? ഞങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇത് വിറ്റ് ജീവിക്കുന്ന അനേകം പേരുണ്ട്. അവർക്കൊക്കെ നഷ്ടമാണ് ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് ഗുണമാണുള്ളത്? ടൈമിങ്ങും കുറച്ചു, പ്രൈസ് വലുതിലുള്ളതിൽ 5000-ത്തിലുള്ളതും 1000-ത്തിലുള്ളതും കുറച്ചു. എന്തെങ്കിലും ഉപയോഗമുണ്ടോ? എന്നാൽ ഈ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ഈ അധികാരികൾ മാത്രം കൂടിക്കലർന്ന് സംസാരിച്ചിട്ടല്ല എടുക്കേണ്ടത്. ഈ വിൽക്കുന്നവർക്ക് ഗുണകരമാണോ? ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് നഷ്ടം വരുമോ ഇല്ലയോ എന്ന് ഏതെങ്കിലും ജനങ്ങളോട് നിങ്ങൾ ചോദിച്ചിട്ടാണോ നിങ്ങളുടെ തീരുമാനമൊക്കെ എടുക്കുന്നത്? ആണോ? ഓണം ദിവസം വരുമ്പോൾ ഒരിച്ചിരി ബോണസ് ക്യാഷൊക്കെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പം അതും ഇല്ലെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വെട്ടിക്കുറച്ചു. ഇപ്പം എനിക്ക് തീർത്തും കിട്ടുന്നില്ല.
എനിക്ക് തീർത്തും കിട്ടുന്നില്ല. ഞങ്ങൾ ഈ ടിക്കറ്റ് വിറ്റ് ഇത്ര അച്ചീവ് ചെയ്ത് ഇത് കൊണ്ടുവന്ന് കാണിക്കണം, എടുക്കണം, പറക്കണം എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ക്ഷേമനിധി ക്യാഷില്ല, ക്ഷേമനിധി അടച്ചുകൊണ്ടിരുന്നതാണ്, ക്ഷേമനിധിയിലില്ല. അല്ലാണ്ട് പിന്നെ ഏജൻസിയുടെ ഇതിൽ ഞാൻ അത്രയും ടിക്കറ്റ് വിൽക്കുന്നിട്ട് പോലും എനിക്ക് ഓണത്തിനൊരു ക്യാഷില്ല, ഒരു ഉപയോഗവും ഇല്ല. പ്രൈസ് എന്ന് പറയുന്നത് തീർത്തും പിന്നെ വിരളമായിട്ടാണ് കിട്ടുന്നത്, വിരളമായിട്ട്. ഞങ്ങൾ പിന്നെ എടുത്ത് 200-ഉം 300-ഉം ടിക്കറ്റ് വിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൈസ് വേണ്ടേ? ഈ 300 ടിക്കറ്റിലും 200 ടിക്കറ്റിലും 150 ടിക്കറ്റിലും പ്രൈസ് ഇല്ലാതെ വരുമോ? ഏതെങ്കിലും ഒരെണ്ണത്തിൽ കാണണ്ടേ? ഒരു 100 ടിക്കറ്റ് എടുക്കുമ്പോൾ ആ 100 ടിക്കറ്റിൽ ഒരെണ്ണമെങ്കിലും പ്രൈസ് അടിച്ചാൽ അത് ഉപയോഗമാണ്. ഈ 100 ടിക്കറ്റ് എടുത്താൽ 130 ടിക്കറ്റ് കൊണ്ടുവന്നിട്ട് 130ലും പ്രൈസ് ഇല്ല, 150 ടിക്കറ്റ് എടുത്തപ്പോൾ 150ലും പ്രൈസ് ഇല്ല. അങ്ങനെ ഇരിക്കെ അടിക്കും പ്രൈസ്. അടിക്കുന്ന എന്താ? 100 രൂപ, 200 രൂപ, പിന്നെ 500 രൂപ, പിന്നെ 1000, പിന്നെ 5000 ഒക്കെ അടിക്കുന്നത് ഇല്ല ചക്ക വീണ് മുയൽ ചാവുന്ന കണക്കാണ് കിട്ടുന്നത്. എന്ത് പ്രയോജനം ഇതുകൊണ്ടുള്ളത്? എന്ത് ഗുണമാണ് ഉള്ളത്? ഞങ്ങൾക്ക് ഈ ഇതിൻ്റെ പിന്നെ ടിക്കറ്റ് ചാർജിനും വില കൂട്ടി, ടിക്കറ്റ് ചാർജിന് ഭയങ്കര ചാർജാക്കി നിങ്ങൾ മാത്രം രക്ഷപ്പെടണമെന്നുള്ള ഉദ്ദേശത്തിലാണോ ഇത് തുടങ്ങിയിരിക്കുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ഉപയോഗമില്ലാത്ത രീതിയിൽ ആക്കി തീർക്കുക. ലോട്ടറി ഏജൻസികളിലെന്ന് പറയുന്നത് ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ നിറയെ ടിക്കറ്റ് ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു, നിറയെ പ്രൈസ് അടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഭരണം വന്നതിന് ശേഷം ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് കഷ്ടങ്ങളല്ലാതെ ഒന്നുമില്ല. ഈ ടിക്കറ്റ് വിറ്റുകൊണ്ടിരുന്ന വ്യക്തികൾ പിച്ചക്കാരായി മാറിയവരുണ്ട്, പിച്ച എടുക്കാൻ തുടങ്ങിയവരുണ്ട്. അത്ര ഗതികേടിലാണ് ഈ ടിക്കറ്റ് വിറ്റുകൊണ്ട് നടന്ന വ്യക്തികൾ പലരും. പിച്ച എടുക്കാൻ തുടങ്ങിയ ആൾക്കാരെ എനിക്കറിയാം. ഈ ഗതികേടിൽ കൊണ്ട് എത്തിക്കുക. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട്? ഞങ്ങളുടെയൊക്കെ ഞങ്ങളെ പറ്റിയൊക്കെ ഒന്നാമത് ഇതിനകത്ത് ഇറങ്ങുന്ന വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന് തോന്നും. അവരുടെ പിന്നെ ചികിത്സയുടെ കാര്യങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ ഞെട്ടലാണ്. ഒരു നേരം കഞ്ഞി വെക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ഇങ്ങനെ പിന്നെ പകൽക്കൊള്ള നടത്താൻ പാടില്ല. എനിക്ക് അത്ര വിഷമം വന്നിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് തന്നെ. ഇല്ലെങ്കിൽ ഞാൻ ഈ ഒരു കാര്യത്തിന് ഞാൻ മിണ്ടുന്നതല്ല. അത്രയ്ക്ക് സഖി കെട്ടിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാനും ടിക്കറ്റ് വിറ്റ്, എൻ്റെ അമ്മയും ടിക്കറ്റ് വിറ്റ്, പിന്നെ ഒരു ആക്സിഡൻ്റ് ആയ ഒരു മോനുണ്ട്, അവനും ടിക്കറ്റ് വിൽക്കാനാണ് നടക്കുന്നത്. അവനുള്ള മരുന്ന് ചിലവിന് ഉള്ള ക്യാഷ് കിട്ടത്തില്ല, ഞങ്ങളുടെ വീട്ടു ചിലവിനുള്ള കാശ് കിട്ടത്തില്ല. ഇതുകൊണ്ട് വേറെ വല്ല ജോലിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റാത്ത അവസ്ഥയാണ്. പറ്റാത്ത അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം പ്രശ്നമാണ്. കാരണം എൻ്റെ അമ്മയാണെങ്കിൽ 6 ഓപ്പറേഷൻ കഴിഞ്ഞ് 3 പ്രാവശ്യം തളർവാദം വന്നൊരു തള്ളയാണ്. എനിക്കും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ കടന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ വയ്യാത്തവനെ കൊണ്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, ആക്സിഡൻ്റ് ആയ മോനെ കൊണ്ട്. അതിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറേ ചാരിറ്റിക്കാർ പറ്റിച്ച് തിന്നുകൊണ്ട് പോയത് കാരണത്താൽ ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് പോലും ഒരു 10 പൈസ കിട്ടിയിട്ടില്ല. അങ്ങനെ അതിനെ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പറക്കി എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂടെ ജോലി ചെയ്ത തമിഴ് മക്കൾ, പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ളവർ സഹായിച്ചതുകൊണ്ട് ആ കുഞ്ഞിന്ന് ജീവനോടിരിക്കുന്നു. എങ്കിൽ പോലും അവനിപ്പോൾ പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ട് ജന്നി വന്നൊരു കുഞ്ഞാണ്. അവൻ്റെ മരുന്നിന് ഭയങ്കര റേറ്റാണ്. ഒന്നിച്ചെടുക്കാനുള്ള പോക്കുമില്ല. പാതി എടുത്താൽ പിന്നെ 2 സെഷനായിട്ട് മേടിക്കേണ്ട മരുന്നിൻ്റെ റേറ്റാണ് പാതി മരുന്നിന് വരുന്നത്. ഇതേ അവസ്ഥയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെപ്പോലുള്ളവരെന്ത് ചെയ്യണമെന്ന് പറ.
ഞങ്ങൾക്കും ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഓഫീസിൽ ഒരു ഇതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ വിളിച്ച് നമ്മളിങ്ങനൊരു കാര്യം ചെയ്യാൻ പോകുന്നു, അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഇത് തൻ്റെ ഇഷ്ടം തൻ്റെ ഇടത്തോടു കൂടി ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സ്ഥാപിച്ച സ്ഥാപനമാണോ ഈ ലോട്ടറി വിൽപ്പന? ആണോ? ഉണ്ടാക്കിയവനെ മണ്ണ് മറഞ്ഞു, അത് നിലനിർത്തിയവരും കാലം കടന്നുപോയി. നിങ്ങളുടെ തോന്നിയവാസത്തിന് നിങ്ങൾ തന്നെ എല്ലാം കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. ഇതെന്താ ഇത്? ഇതൊക്കെ ശരിയുള്ള കാര്യമല്ല. നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ ഒരാളല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആയിരുന്നു പണ്ട്. ഇപ്പം തമിഴ്നാട്ടിലും ഉണ്ട് ലോട്ടറി വിൽപ്പന, കേരള ലോട്ടറി ഒരു ഭാഗങ്ങളിൽ. അവരോട് വരെ ചോദിച്ചിട്ട് വേണം, ഇങ്ങനെ ചെയ്താൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണമായിരുന്നു നിങ്ങൾ മാറ്റേണ്ടിയിരുന്നത്. അവരുടെയൊക്കെ അഭിപ്രായം ചോദിച്ചിട്ട് വേണമായിരുന്നു നിങ്ങളിത് ചെയ്യേണ്ടിയിരുന്നത്. അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയെടുത്ത് ഈ രീതിയിൽ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 മണി വരെ ഉള്ള സമയം നിങ്ങൾ വെച്ചിരിക്കുന്നു. ഇത് വെട്ടിക്കുറയ്ക്കാണ്ട് നിങ്ങൾ പ്രൈസ് കൂട്ടിക്കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഇത്രയും ജനങ്ങൾ വിറ്റ് തരുമ്പോൾ അതിൽ നിന്ന് അടിക്കുന്നതിൽ എന്തോരം നിങ്ങൾക്ക് തന്നെ അല്ലേ കിട്ടുന്നത്? അല്ലേ? നിങ്ങൾക്ക് തന്നെയല്ലേ ലാഭം. ഇപ്പം ഈ റേറ്റ് കൂട്ടി, ടിക്കറ്റ് വില കൂട്ടി, ഞങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ നിന്ന് ഇനി എന്താ കിട്ടേണ്ടത്? ഇനി എന്ത് കിട്ടുമെന്ന് പറ, നിങ്ങൾ തന്നെ പറ. ആകെ ലോട്ടറിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് 160 രൂപയിൽ നിന്നും ഇപ്പം വെറും 100 രൂപ. ഞങ്ങളെന്താ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇത്രയും തേരാപ്പാര ഈ വെയിലത്ത് നടന്നിട്ട് ഞങ്ങൾ 100 രൂപയും കൊണ്ടുവന്ന് തിന്നണോ? നിങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ കൊണ്ടുവച്ച് തിന്നണം, കട്ടും മുടിച്ചും തിന്നണം. ഞങ്ങൾ പിച്ച തണ്ടി ജീവിക്കണം. അതാണോ വേണ്ടുന്നത്? എന്തിനാണിങ്ങനെ ദ്രോഹിക്കുന്നത്?